ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2 ട്രാൻസ്ഫർ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റുമാണ് നോക്കാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്കിൻ്റെ ടാർഗറ്റ് ഞാൻ എപ്പോഴും പറയുന്നതാണ് 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. അലൻ പൗലിസ്ത എന്ന് പറയുന്ന താരത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഹൈദരാബാദ് FC. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റാർട്ടുള്ളൊരു താരം തന്നെയാണ്. ലീഗ് 1-ൽ കഴിഞ്ഞ സീസണിൽ കളിച്ചിരുന്നു. അവിടെ 11 കളിയിൽ 4 ഗോളും 2 അസിസ്റ്റും അതൊരു നല്ല സ്റ്റാർട്ടാണ് എനിക്ക് തോന്നുന്നു. പിന്നെ മാർക്കറ്റ് വാല്യൂ അത്ര വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു പ്ലെയറും അല്ല. സോ അത്യാവശ്യം നല്ലൊരു താരമാണ് അദ്ദേഹം. എന്തായാലും നല്ലൊരു സൈനിങ് അല്ലെങ്കിൽ ഒരു ആവറേജ് സൈനിങ് എന്നൊക്കെ തന്നെ പറയണം അലൻ പൗലിസ്ത എന്നൊരു സൈനിങ്ങിനെ കുറിച്ച്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു വമ്പൻ അപ്ഡേറ്റാണ്. ഫെഡറിക്കോ മഷാഡോ എന്ന് പറയുന്ന സൂപ്പർ താരത്തെ ഒരു ഇന്ത്യൻ ക്ലബ് സൈൻ ചെയ്യാനിരുന്നതായിരുന്നു എന്നാണ് ഇപ്പോൾ മാർക്കസ് മർഗലോ പറയുന്നത്. സോ അതൊരു വലിയ നെയിം തന്നെയാണ് ഫെഡറിക്കോ മഷാഡോ എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അവിടെ റൊണാൾഡോയുടെ കളിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോയി ടീമിൽ തന്നെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അത് വലിയ കാര്യമാണ്. പിന്നെ പ്രീമിയർ ലീഗ് കുറേ ക്ലബ്ബുകൾക്കും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. സോ വലിയൊരു സൈനിങ് ആണ് ഏതോ ഒരു ISL ക്ലബ്ബ് നഷ്ടമാക്കിയത്. സോ എന്തായാലും അതിൻ്റെ ഇപ്പോഴത്തെ ഫോം എങ്ങനെയാണ് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ബട്ട് അദ്ദേഹം ഒരു ഫെഡറിക്കോ മഷാഡോ ഒരു നല്ല താരം തന്നെയാണ്. സോ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് പോകാം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു അപ്ഡേറ്റ് ആണ് എങ്കിൽ പോലും പറയണം. അതായത് നമ്മുടെ ഈസ്റ്റ് ഗാലറി ടിക്കറ്റ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ മാച്ചിൽ ഈസ്റ്റ് ഗാലറി ടിക്കറ്റ് ഇത്ര പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടില്ല. നമുക്കറിയാം കുറച്ച് ടോക്സിക് ഫാൻസ് ഈസ്റ്റ് ഗാലറിയിലുണ്ട്. അവർ ഇന്നാളി വന്ന് പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അത് ബംഗളൂരുമായിട്ട് മാച്ച് നമുക്ക് ജയിച്ചിരിക്കണം, അതൊരു ഭയങ്കര മാച്ചാണ്, ഓവർ ഹൈപ്പ് എന്ന് തന്നെ പറയാം ബംഗളൂരു FCക്ക്. കാരണം അവർക്ക് ഇത്ര ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളാണ് അവർക്ക് ഇത്ര ഹൈപ്പ് കൊടുത്ത് വെച്ചിരിക്കുന്നത്. ആകെ ഒരു 10,000-12,000 ഫാൻസ് അവരുടെ സ്റ്റേഡിയത്തിൽ കളി കാണാൻ വരും. അത് പകുതി നമ്മുടെ ഫാൻസ്. സോ പിന്നെ എന്തിനാണ് ഇവർക്കെതിരെയൊക്കെ ആയിട്ടൊരു റൈവലറി വെക്കുന്നതെന്ന് എനിക്കറിയില്ല. സാധാ എല്ലാ ക്ലബിനോടും ജയിക്കുന്ന പോലെ ഇവർക്കെതിരെ ജയിച്ചോണം. കുറച്ച് ടോക്സിക് ഫാൻസ് എന്താ പറയുക, അവർക്കെതിരെ എന്തോ പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. അത് നമ്മൾ ലുലുമാളിലൊക്കെ വെച്ച് കണ്ടതാണ്. ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ എല്ലാ വീട്ടിലും പറയുന്നതാണ്, നമ്മളൊരു റൈവലറി വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബംഗാളിനെതിരെ ആയിരിക്കണം. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് ഈസ്റ്റ് ബംഗാളിനെതിരെ ആയിരിക്കണം. കാരണം അവർ വലിയ ക്ലബ്ബാണ്, 100 വർഷം മുമ്പ് ഫോം ചെയ്ത ക്ലബ്ബാണ്, നമ്മുടെ പോലെ തന്നെ ഒരു ഫാൻ ബേസ് ഉള്ള ക്ലബ്ബാണ്. സോ ഫൈറ്റ് വരുമ്പോൾ ആ ഒരു രീതി വരുന്നു. അല്ലാതെ 3, 4, 5 ഫാൻസുള്ള ക്ലബ്ബൊക്കെ ആയിട്ട് ഫൈറ്റ് വന്നിട്ട് എന്താണ് കാര്യം. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.